സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. ശിവൻമാഷ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും അനുമോദനം നൽകി. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2024 SSLC ഹയർ സെക്കൻഡറി VHSE പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയുമാണ് ശിവൻമാഷ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഒരുപക്ഷെ ഞാൻ എല്ലാ സമയത്തും പറയുന്നതാണ്, ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നമ്മുടെ ചേലക്കരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു സഖാവ് ശിവ. നമ്മുടെ ചേലക്കരയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ അദ്ദേഹം ഇടപെട്ട രീതി അതായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ചേലക്കര എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തേറെ പുറകിലായി. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുട്ടികളും ഉപരി വിദ്യാഭ്യാസത്തിന് പോകാൻ തയ്യാറാകാത്തതിൻ്റെ 2 കാരണമുണ്ട്. ഒന്ന് സാമ്പത്തികമാണ്, പിന്നെ ചെന്നെത്താനുള്ള പ്രയാസം. ഈ 2 കാരണങ്ങളാൽ നമ്മുടെ ചേലക്കരയിലെ കുട്ടികൾ പഠനം മിക്കവാറും 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നമ്മൾ പിന്നീട് നടത്തുകയുണ്ടായി. ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. ആ വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളുടെ സംഘടനയുടെ സമ്മേളനങ്ങൾ എല്ലാ വർഷവും ചേരാറുണ്ടായിരുന്നു. ചേരുമ്പോൾ ആ സമ്മേളനത്തിൽ പ്രമേയമായിരുന്നു ചേലക്കരയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെന്ന്. പിന്നീട് ഞാൻ യുവജന പ്രവർത്തകനായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ യുവജന സമ്മേളനത്തിലും എല്ലാ സമ്മേളനത്തിലും ഒരു പ്രമേയമുണ്ടാകും. ചേലക്കര വിദ്യാഭ്യാസപരമായിട്ട് പുറകിലാണ്. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ട് പുറകിൽ നിൽക്കുന്ന ഈ ചേലക്കര മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കും. സർക്കാരിനോടാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. സംഘാടക സമിതി ചെയർമാൻ സി മുരുകേശൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ EN ശിവപ്രസാദ്, സംഘാടക സമിതി കൺവീനർ CK സുരേഷ് കുമാർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.